കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മുമ്പാകെ ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ലഘു സന്ദേശവുമായിട്ട് പിന്നെയും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളായിട്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്നുള്ള ഒരു ബൈബിൾ വചനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അതിനകത്ത് നമ്മളെ 2 പ്രാവശ്യമായിട്ട് കണ്ടു. നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ദൈവത്തെ ശരണപ്പെടുകയാണ്. മല പോലെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളെയും അസാധ്യ കാര്യങ്ങളെയൊക്കെ മാറ്റുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് അത് യാചിക്കുമ്പോൾ അതിനെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, യാചിക്കുന്ന വിഷയത്തിന് ഉത്തരം ലഭിച്ചു എന്ന വിശ്വാസത്തോടെ ആയിരിക്കണമെന്നൊക്കെ നമ്മളെ കുറിവാക്യമായി എടുത്ത മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത്തെ ആഴ്ച നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലും അവിടുത്തെ പ്രാപ്തിയിലും അവിടുത്തെ ക്യാരക്ടറിലും അവിടുത്തെ എബിലിറ്റിയിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തെ സമീപിക്കുന്നത്, ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ അതിലെല്ലാം ഉപരിയായി പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് മുന്നേ, പ്രവേശിക്കുന്നതിന് മുന്നേ ഒരു കടമ കൂടെ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തുള്ളൂ. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തില്ല. കടക്കാരെന്ന് പറയുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്ത, പാപം ചെയ്തവരോട് ക്ഷമിക്കുക. അപ്പോൾ ആ കണ്ടീഷൻ ആണ് പ്രാർത്ഥനയ്ക്ക് യേശു വെച്ചിരിക്കുന്നത്. അതൊന്ന് പാലിച്ചാൽ, യേശുവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മല മാറ്റുന്ന ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങളെ മാറ്റാൻ കഴിയും. ഇന്ന് അല്പം കൂടെ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ചില അവസരങ്ങളിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടായിരുന്നാലും പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങളെ അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക്, ഒരു ഡെഡ് എൻഡിലേക്ക് വരാറുണ്ട്. അപ്പോൾ നിരാശ തോന്നാറുണ്ട്. ഡേറ്റുകൾ ഏതാണ്ട് തീരാൻ പോകുന്നെന്നോ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥകളോ അതുപോലുള്ള ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു അവസാന ഭാഗത്തേക്ക് വരുന്നു എന്നുള്ളൊരു വേദന നമുക്കുണ്ടാകുമ്പോൾ വളരെ നിരാശ തോന്നും. അതിനെ ആസ്പദമാക്കിയാണ് ഇന്ന് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന വചനം ശുശ്രൂഷിക്കുന്നത്. 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആസിയയിലെ തങ്ങൾക്കുണ്ടായ കഷ്ടങ്ങളെക്കുറിച്ച് കൊരിന്ത്യ സഭയെ അറിയിക്കുക ലേഖനത്തിലൂടെ. അതിനകത്ത് പറഞ്ഞ വാക്കുകൾ, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോൾ ആസിയയിൽ വെച്ചുണ്ടായ പൗലോസിനുൾപ്പെടെയുള്ളവർക്കുണ്ടായ വലിയ കഷ്ടങ്ങൾ, വലിയ ഉപദ്രവങ്ങൾ, അത് നിമിത്തം ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പം മരണത്തെ മുഖാമുഖമായി നേരിടാൻ പോവുകയാണ്. അതുപോലെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പൗലോസ്. തൻ്റെ ശക്തിക്ക് മീതെ അത്യന്തം അത് ഭാരമായി മാറി. അതുകൊണ്ട് വലിയ നിരാശയുണ്ടായി. പക്ഷേ ആരിലാണ് വിശ്വസിച്ചത് അല്ലെങ്കിൽ ആശ്രയിച്ചത്? അത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. പിന്നെ ഏകരക്ഷ ഞങ്ങളേതൊക്കെയാലും മരിക്കും. പക്ഷേ ദൈവമാരാ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം.
അപ്പോൾ ഇവരുടെ ആസ്യയിലുണ്ടായ ഉപദ്രവ നിമിത്തം പൗലോസ് മരിക്കുമെന്ന് തനിക്ക് നല്ല ഉറപ്പായി. കാരണം തൻ്റെ ശക്തിക്കൊക്കെ മീതെ അത്യന്തം ഭാരമായത്, നിരാശയായി. ഇനി പിന്നെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മരിച്ചാലും കർത്താവ് എന്ത് ചെയ്യുന്നവരാ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണെന്നുള്ള വിശ്വാസം, ആശ്രയം അത് ദൈവത്തിൽ വെക്കുവാനിടയാടുത്തു. അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. പൗലോസ് തൻ്റെ ആ കഴിഞ്ഞകാല അനുഭവം പറയുക, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. മരിക്കുമെന്നുള്ള നില വരെ വന്നതാണ്. ഉള്ളിൽ നിർണയിച്ച് മരണമാണ് നടക്കാൻ പോകുന്നത്. നിരാശ തോന്നി. പക്ഷേ ഇനിയും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ അങ്ങ് ആശ്രയിക്കുക. തങ്ങളുടെ ശക്തിക്ക് മീതെ അത് ഭാരമായിട്ട് തീർന്നു. ഒന്നും വഹിക്കാൻ പറ്റുന്നില്ല. ശക്തിയെല്ലാം പോയി, നേരിടാൻ പറ്റുന്നില്ല. മരണം മാത്രമേ മുന്നിലുള്ളൂ. പക്ഷേ മരിക്കുമെന്ന് ഉറപ്പായി. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതം മരിച്ചാലും അവസാനിക്കുന്നില്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇടയാടുത്തുന്നു. കർത്താവ് എന്ത് ചെയ്തു? ആ വലിയ മരണത്തിൽ നിന്ന് പൗലോസിനെ വിടുവിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രവൃത്തിയാണ്. എങ്കിൽ പൗലോസിനെ വിടുവിച്ചു. പിന്നെ പറയുകയാണ്, ഈ പ്രസൻറ്റ് ടൈമിലാണെങ്കിൽ, ഈ വർത്തമാന കാലഘട്ടങ്ങളിലാണെങ്കിലും വിടുവിക്കുകയും ചെയ്യും. ഇനിയും അത് ഫ്യൂച്ചറിലാണെങ്കിൽ, ഭാവിയിലാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലും വിഷയത്തിൽ ഇതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ വിഷയത്തിൻ്റെ ഏതാണ്ട് എൻഡിലേക്ക് വരുമ്പോൾ നിരാശപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ, അവിടുന്ന് നിങ്ങളെ പൊക്കിയെടുക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് അവനിലേക്ക് കാര്യങ്ങൾ ഫലമേൽപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശിഷ്യന്മാരെ പടകിൽ യേശു അമരത്ത് തലകണ വെച്ച് ഉറങ്ങിക്കിടന്ന പടകിൽ അടിച്ച കാറ്റും ഉയർന്ന തിരമാലകളും വെള്ളം കയറുന്നതുമൊക്കെ നമ്മളെ മർക്കോസ് 4 വായിക്കുന്നുണ്ട്. അവരുടെ ഒരുപാട് പരിശ്രമങ്ങൾ അറിയാവുന്ന നിലയിൽ അവരെ പലരും പടക് നിയന്ത്രിച്ച് നല്ല പരിചയമുള്ളവരും കൈക്കരുത്തുള്ളവരുമാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാവുന്നതായിട്ട് നശിക്കുമോ എന്നുള്ള നില വരെ വന്നു. അവിടെ വിശ്വാസം പോയി. അവർ യേശുവിനെ വിളിച്ചുണർത്തുക, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതെന്ന് നിനക്ക് വിചാരമില്ലയോ? യേശു പെട്ടെന്ന് എഴുന്നേറ്റു, കടലിനെ ശാസിച്ചു, കാറ്റിനോട് ശാന്തമാകാൻ പറഞ്ഞു. അങ്ങനെ കാറ്റിനെ കർത്താവ് ശാസിച്ചപ്പോൾ അത് അടങ്ങി, കടലും ശാന്തമായി. കർത്താവ് ഉടനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? കർത്താവിൽ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? പടകിൽ കിടന്ന് അമരത്ത് വെച്ച് തലയണ വെച്ച് ഉറങ്ങുകയാണെങ്കിലും ആ കിടക്കുന്ന ആളിൽ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല? കിടക്കുന്ന എനിക്ക് ഈ കാറ്റിനെയും ഈ വെള്ളത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്, അതിന്മേൽ അധികാരമുണ്ടെന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അതിൻ്റെ എല്ലാം സൃഷ്ടിതാവാണ് ഞാനെന്നുള്ളത് എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് എന്നിൽ വിശ്വസിച്ചില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവസാനം ഇവനെങ്ങനെയുള്ള മനുഷ്യനാണ്? അവർ ആശ്ചര്യപ്പെടുകയാണ്. കാറ്റും കടലും കൂടി ഇവിടെ അനുസരിക്കുന്നല്ലോ. തൻ്റെ ആ മഹത്വം വെളിപ്പെടുത്താനാണ് കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത്. ദാവീദ് ഇതുപോലെ നിരാശയുടെ കയത്തിലേക്ക് പോയൊരു സമയമുണ്ട്. 61 സങ്കീർത്തനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 61 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുത്തമമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഭൂമിയുടെ അറ്റം എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദ എർത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ പാതാളമാണ്, കുഴിയാണ്, നാശമാണ്. അപ്പം അങ്ങനെ അറ്റം പറ്റി നിൽക്കുക, അറ്റത്ത് വന്ന് നിൽക്കുക. അബ്ശാലോം
രാജകുമാരൻ തൻ്റെ മകൻ തന്നെയാണെങ്കിലും താനെ തൻ്റെതായ നിലയിൽ ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം പിതാവിനെ രാജകീയ സ്ഥാനത്തുനിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി ദാവീദിനെ സ്വന്തം പിതാവിനെ കൊല്ലാൻ വേണ്ടി, പിടികൂടാൻ വേണ്ടി തൻ്റെ പടയാളികളെയൊക്കെ, തൻ്റെ കൂടെയുള്ളവരെയൊക്കെ അയച്ച ഒരു സമയമാണിത്. ഇപ്പോൾ ദാവീദിന് മനസ്സിലായി, ഇപ്പോൾ താൻ നേരിടുന്നത് ഗോലിയാത്തിനെയൊന്നുമല്ല, സ്വന്തം മകനെ തന്നെയാണ്. ആ ഒരു വലിയ നിരാശ തൻ്റെ ജീവിതത്തിലുണ്ട്. തൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ തനിക്കുണ്ടായി. അതുകൊണ്ട് അങ്ങ് ഏതാണ്ട് ഭൂമിയുടെ അറ്റത്ത് വന്ന്, യഹൂദനെ സംബന്ധിച്ച് ഭൂമിയുടെ അറ്റം എത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ മുമ്പോട്ടോ പുറകോട്ടോ ഇല്ല, പാതാളത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ ഹൃദയം വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. തനിക്ക് ഇവിടുന്ന് ഉയർന്നൊരു പാറയിലേക്ക് എത്തണം, പക്ഷേ അതിനുള്ള ശക്തി തനിക്കില്ല, അതിനുള്ള കഴിവ് തനിക്കില്ല. ഒരു കുഞ്ഞിനെ അമ്മ എടുത്ത് മാറ്റുന്ന പോലെ തന്നെ ദൈവം തന്നെ ഇവിടുന്ന് ഈ അറ്റത്ത് നിന്ന്, ഈ അവസാന ഭാഗത്ത് നിന്ന് എടുത്തൊന്ന് മാറ്റണമേ എന്നാണ് താൻ പറഞ്ഞതിൻ്റെ ആശയം. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. എനിക്കത് ഉന്നതമായി നിൽക്കുക, എനിക്കവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല. അവിടെ എത്തിയാൽ രക്ഷപ്പെടാം, പക്ഷെ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല. ഉയർന്നു നിൽക്കുക, പക്ഷെ അതിലും ഉയർന്നു നിൽക്കുന്നൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 1-ാം വാക്യത്തിൽ, ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഹൃദയം ക്ഷീണിച്ച അവസ്ഥയിലാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. പക്ഷെ താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഈ എൻഡിൽ വെച്ച്, ഈ അവസാന ഭാഗത്ത് വെച്ച്, ഈ തീരാൻ പോകുന്ന സമയത്ത് വെച്ച് എന്നെ ഇവിടുന്ന് ഒരു കുഞ്ഞിനെ അമ്മ പൊക്കിയെടുക്കുന്ന പോലെ പൊക്കിയെടുക്കുന്ന, പെറ്റമ്മ മറന്നാലും എന്നെ മറക്കാത്ത, ഉള്ളം കയ്യിൽ എന്നെ വരച്ചിരിക്കുന്ന എൻ്റെ ദൈവം എന്നെ ഈ സ്ഥാനത്തുനിന്ന്, അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ജീവിതം ഇവിടെ തീരാൻ പോകുന്ന സമയത്ത് നിന്ന് എന്നെ പൊക്കിയെടുത്ത് ആ ഉന്നതമായ പാറയിലേക്ക് നടത്തുമെന്നൊരു വലിയ ബോധ്യത്തോടെ ദൈവത്തോട് നിലവിളിക്കുകയാണ്. നമുക്കറിയാം, സംഭവങ്ങൾ നടന്നത് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ദാവീദിനെ തിരികെ കൊണ്ടുവന്നു. അബ്ശാലോം മരണത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, അതെന്തുകൊണ്ട് ഹൃദയം ക്ഷീണിച്ചു? ഒരു കാര്യത്തിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരു ഫയല് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നടത്താനുള്ള സമയങ്ങളുടെ ഏതാണ്ട് എൻഡിൽ വന്ന് നിൽക്കുകയാണ്. അല്ലെങ്കിൽ വിസ തീരുന്ന സമയം വരെ വന്ന് നിൽക്കുക. ഇനിയും അടുത്തൊരു ഘട്ടം കിട്ടിയെങ്കിലേ അത് നടക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള എൻ്റെ അവസാന ഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നിരാശ വരും. ഇനി എന്നാ ദിവസമുണ്ട്, ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയി, ദൈവമേ എന്ത് ചെയ്യുമെന്നുള്ള നിരാശ വരും. പക്ഷെ അവിടെയും മഴ മാറ്റുന്നൊരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചില രോഗങ്ങൾ വേരോടെ കാട്ടെത്തിയപ്പോലെ തന്നെ പറിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവഹിതത്തിനായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പിന്നെ ഉത്സാഹത്തോട് നമ്മൾ മുന്നേറേണ്ടത് ആവശ്യമാണ്. ഈ വചനങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ നിരാശപ്പെട്ട് അതിൻ്റെ ഏതാണ്ട് എൻഡിൽ വന്ന് ഇനി ഒന്നും ചെയ്യാനില്ല, എൻ്റെ ശക്തിക്ക് മീതെയായി കാര്യങ്ങളെ, ഞങ്ങളുടെ പ്രാപ്തിക്ക് മീതെയായി കാര്യങ്ങളെ, ഞങ്ങളുടെ സ്വാധീനത്തിന് മീതെയായി കാര്യങ്ങളെന്ന് ഘട്ടത്തിലും വിശ്വസിച്ചാട്ട് എൻ്റെ മുന്നിൽ നിന്ന് ഈ വിഷയത്തെ മാറ്റുന്നൊരു ദൈവമുണ്ട്. ഈ സ്ഥാനത്തുനിന്ന് എന്നെ പൊക്കിയെടുത്ത് സുരക്ഷിതമായൊരു സ്ഥാനത്ത് കൊണ്ട് നിർത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹൃദയം ക്ഷീണിച്ചുള്ള നിലവിളി ദൈവം കേൾക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് ദൈവം എന്നെ നടത്തും. ഇതുപോലെ ഏതാണ്ടൊരു അവസാന ഭാഗത്ത് നിൽക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടൊരു വാക്യം തിരുവചനത്തിലുണ്ട്. അതുകൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞു. താഴെ പറയാണ്, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. 99 വയസ്സായപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പിന്നെയും. തൊട്ട് മുകളിലുണ്ട് 86-ാമത്തെ വയസ്സിൽ, 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്, 86-ാമത്തെ വയസ്സിലാണ് ഹാഗാർ അബ്രഹാമിനെ ഇസ്മയേലിനെ പ്രസവിച്ചത്. അബ്രഹാമിന് 86 വയസ്സുള്ളപ്പോൾ തനിക്കന്ന് സാധ്യമാകുമായിരുന്നൊരു പുത്രൻ ജനിക്കുവാൻ. പക്ഷെ ഇപ്പോൾ 99 വയസ്സായപ്പോൾ എല്ലാ സാധ്യതകളും മങ്ങി. തൻ്റെ ഭാര്യയുടെ സാധ്യത നേരത്തെ തന്നെ മങ്ങിയതാണ്. പക്ഷെ അങ്ങനൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ആശ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ 99-ാമത്തെ വയസ്സ് ദൈവം ഇടപെടുകയാണ്. ഞാൻ സർവശക്തനാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ ശരീരം നിർജീവമായി, സാറയുടെ ശരീരവും ഗർഭപാത്രവും നിർജീവമായി. പക്ഷെ എനിക്കും നിനക്കും തമ്മിലുള്ള നിയമം നടപ്പിലാക്കാൻ, നിയമം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയാണ്, ഉടമ്പടി നടപ്പിലാക്കി തരാൻ ഉള്ള സർവശക്തി എനിക്കുണ്ട്. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും. കണ്ടോ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷേ 17-ാം അധ്യായത്തിൽ അബ്രഹാം അത് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഇസ്മയേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് ഈ 17-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാം വാക്യത്തിൽ അബ്രഹാം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമയം കൊണ്ടായിരിക്കും അബ്രഹാം നല്ലതായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയത്, ദൈവത്തെ കൂടുതൽ ആശ വെക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പേ കവന്ന് വീണ് ചിരിച്ച വ്യക്തിയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ വിശ്വസിച്ചു, എന്ത്, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. കാരണം തന്നോടുള്ള അരുളപ്പാട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറ തരുമെന്നാണ്. ഈ വണ്ണം നിൻ്റെ തലമുറയായി തീരുമെന്ന് നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ ദൈവം അത് നടത്തുമെന്നുള്ള വിശ്വാസം നമ്മളെ കഴിഞ്ഞ ആഴ്ചകളിൽ റോമാലേഖനത്തൊക്കെ കണ്ടു. പക്ഷേ ഇതിനു മുമ്പുള്ള പതറിപ്പോയ സമയങ്ങളാണ്. ആ 99-ാമത്തെ വയസ്സിൽ തന്നെ പിന്നെ ഉറപ്പിക്കുകയാണ്, അബ്രഹാമേ, എൻ്റെ ഉടമ്പടിക്ക് മാറ്റമൊന്നുമില്ല, അത് നടത്തിത്തരാനുള്ള സർവശക്തി എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അബ്രഹാം കവന്ന് വീണ് ചിരിക്കുക. അയ്യോ, ഇതെങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് ഇത്രയും പ്രായമായി, 100 വയസ്സായി. അതിന് 17-ാം വാക്യത്തിൽ 17-ന്റെ എനിക്ക് എത്ര വയസ്സായി? 100 വയസ്സായതിന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ? അബ്രഹാം ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുക. അതുകൊണ്ട് പറഞ്ഞു, ദൈവമേ വേണ്ട, ഇസ്മയേൽ ജീവിച്ചിരുന്നാൽ മതി. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നിൻ്റെ ഭാര്യയായ സാറായി തന്നെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ ഇസഹാക്ക് എന്ന് പേരിടുകയാണ്. അപ്പോൾ അവൻ്റെ ആ എൻ്റെ സമയത്ത് വെച്ച് രണ്ടുപേരും ഒരു തലമുറ ഉണ്ടാകുന്ന വിഷയത്തിൽ അവരുടെ ഡെഡ് എൻഡിൽ വന്ന് നിൽക്കും, ഏതാണ്ട് അവസാന ഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ ഇനി ഇസ്മയേൽ മുമ്പിൽ മതി ദൈവമേ, ഇനിയും വേറെ ആ വാഗ്ദത്വമോ ദൈവം പറഞ്ഞ അരുളപ്പാടോ ഒന്നും നിവർത്തിയാകാനുള്ള ഒരു സാധ്യത ഇനിയില്ല, ഇസ്മയേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി, ഇത് മതി ദൈവമേ എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം പറയുക, ഞാനിത് മതിയെന്ന് വെക്കുന്നില്ല, അത് നിൻ്റെ സ്വയാശ്രയത്തിൽ നിന്നുണ്ടായതാണ് ഇസ്മയേൽ, അത് വാഗ്ദത്ത സന്തതി അല്ല. നീ മതിയെന്ന് വെച്ചാലും ഞാൻ മതിയെന്ന് വെക്കത്തില്ല. കാരണം എൻ്റെ ഉടമ്പടി നിന്നോടുണ്ട്, അത് നടത്തിത്തരാൻ ഞാൻ സർവശക്തനാണ്. മതി ദൈവമേ എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും ജീവിച്ചാൽ മതി ദൈവമേ, ഇത്രയും ഭാരപ്പെട്ടാൽ മതി ദൈവമേ, ഇനിയും മുന്നോട്ട് ഓടാൻ മേലെ ദൈവമേ, ഇനിയും കാത്തിരിക്കാൻ മേലെ ദൈവമേ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ പറയാം. കർത്താവേ, ഞങ്ങൾക്കതിനെക്കൊണ്ട് കഴിവില്ല, പക്ഷെ ഉടമ്പടി ചെയ്ത ദൈവം സർവശക്തനായ ദൈവമാണ്. പൗലോസ് പറഞ്ഞ പോലെ വളരെ നിരാശ ഉണ്ടായി. കാര്യം
മരിക്കുമെന്ന് ഹൃദയത്തിൽ നിർണയിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ മാത്രം ആശ്രയം വെച്ചു. ഇനി അതേ രക്ഷയുള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. പക്ഷേ പൗലോസ് ആശ്രയം വെച്ച ദൈവം വലിയവനായിരുന്നു, ഭയങ്കരമായ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ആ ഉറപ്പിൽ പൗലോസ് പറയുക, ഈ കാലഘട്ടത്തിലും ദൈവം വിടുവിക്കും, ഭാവി കാലഘട്ടത്തിലും ദൈവം വിടുവിക്കും മരണത്തിൽ നിന്ന്. ആ ഒരു വലിയ ആശ്രയവും വിശ്വാസവും ആ സംഭവം പൗലോസിനെ പഠിപ്പിച്ചെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. വചനം വേറെ ഒന്നിലും വിശ്വാസം വെക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു വസ്തുവിലോ ഏതെങ്കിലും കാര്യത്തിലോ വിശ്വാസം വെക്കാനല്ല, ദൈവത്തിൽ വിശ്വാസം വെക്കുക. നമ്മുടെ ദൈവത്തിന് സർവശക്തി ഉണ്ട്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ശ്രവിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവരെയും മാനിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെയും നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കും.